അയ്യോ, ഉറുമ്പ്! എന്താ, എന്തു പറ്റി? ആ, ഉറുമ്പ് കടിച്ചിട്ടാ. ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവളെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവരാ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും മനസ്സനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ, പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ. നമുക്ക് രണ്ട് കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കുന്നെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി
അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല, അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും. എടാ, നിനക്ക് മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? എനിക്ക് മുയൽ. നിനക്കോ? എനിക്കിതാ ഈ കുരങ്ങൻ. മുത്തശ്ശിയോട് നമുക്കിന്ന് കുരങ്ങന്റെ ഒരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞാലോ? എന്നാൽ വാ മുത്തശ്ശി, ഇന്ന് ഞങ്ങൾക്കൊരു കുരങ്ങന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ ഇവിടെ ഇരിക്കേ. പണ്ടൊരു കാട്ടിൽ സൂത്രക്കാരനായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ഉറക്കെ നിലവിളിച്ചത്. കാര്യം വേറൊന്നല്ല, കാലിൽ ഒരു മുള്ളു തറച്ചതാണ്. കരടിക്കുട്ട, എന്നെ ഒന്ന് സഹായിക്കാമോ? എന്റെ കാലിൽ ഒരു മുള്ളു തറച്ചിരിക്കുന്നു, അതൊന്ന് എടുത്ത് കളയാമോ? കുരങ്ങന്റെ ദയനീയമായ ചോദ്യം കേട്ട് പാവം തോന്നിയ കരടി വേഗം തന്നെ ആ മുള്ളെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. മുള്ളെടുത്ത് കളഞ്ഞതും കുരങ്ങന്റെ സ്വഭാവം മാറി. നിങ്ങൾ എന്തിനാണ് എന്റെ കാലിൽ നിന്നെടുത്ത മുള്ളു വലിച്ചെറിഞ്ഞത്? ആ മുള്ളുകൊണ്ട് എന്ത് കാര്യമാ ഉള്ളത്? എനിക്കതുകൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്റെ കാലിലെ മുള്ളെന്തിനാ എന്നോട് ചോദിക്കാതെ കളഞ്ഞത്? കരടി എന്ത് പറഞ്ഞിട്ടും കുരങ്ങൻ കൂട്ടാക്കിയില്ല. എന്റെ മുള്ള് എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പാവം കരടി ശരിക്കും കുടുങ്ങിപ്പോയി. മുള്ളു വലിച്ചെറിഞ്ഞ കാട്ടിൽ നിന്ന് എങ്ങനെ എടുത്തു കൊടുക്കും? ശരി, നിനക്ക് ഞാൻ വേറൊരു മുള്ളെടുത്തു തരാം. അതൊന്നും പറ്റില്ല, എനിക്ക് എന്റെ കാലിൽ നിന്നെടുത്ത മുള്ളു തന്നെ വേണം. എന്നാൽ പിന്നെ മുള്ളിന് പകരം ഞാനൊരു മാമ്പഴം തരാം. എന്താ? മാമ്പഴമോ? ഇവനൊരു മണ്ടൻ തന്നെ. ആ മുള്ളായിരുന്നു എനിക്ക് വേണ്ടത്. പോട്ടെ, മാമ്പഴമെങ്കിൽ മാമ്പഴം താ. കുരങ്ങൻ മാമ്പഴം വാങ്ങി അവിടെ നിന്ന് നടന്നു. അപ്പോഴേക്കും രാത്രിയായിരുന്നു. കുരങ്ങൻ നടന്ന് കൊച്ചിന്റെ വീടിന് മുന്നിലെത്തി. അല്ല, ആരിത്? എന്താ ഈ രാത്രിയിൽ വിശേഷിച്ച്? പുറത്ത് നല്ല തണുപ്പ്. ഇന്ന് രാത്രി ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. അതിനെന്താ, വാ അകത്തേക്ക് കേറ്. എന്താ, എന്തു പറ്റി? എന്റെ കയ്യിലെ ഈ മാമ്പഴം ഞാൻ എവിടെയാണ് വെക്കുക? ഓ, അതാണോ? അതാ മേശയിലുള്ള പാത്രത്തിൽ വെച്ചോളൂ. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. വീട്ടിലെല്ലാരും ഉറങ്ങിയെന്ന് ഉറപ്പായതും കുരങ്ങൻ ആരും കാണാതെ മാമ്പഴം എടുത്തു കഴിച്ചു. എന്നിട്ട് ഉറക്കെ നിലവിളിച്ചു, അയ്യോ, എന്റെ മാമ്പഴം ആരോ എടുത്തു കഴിച്ചു. എനിക്ക് എന്റെ മാമ്പഴം വേണം, ഇപ്പൊ വേണം. കുരങ്ങന്റെ നിലവിളി കേട്ടാണ് ഒച്ചമാവൻ ഉറക്കമുണർന്നത്. നീ ഇങ്ങനെ കരയാതെ, നിനക്ക് ഞാൻ വേറൊരു മാമ്പഴം തരാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് എന്റെ മാമ്പഴം തന്നെ വേണം. അത് പഴുത്തു തുടുത്ത നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു. മധുരമുള്ള മാമ്പഴമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ അത് കഴിച്ചു നോക്കിയിരുന്നോ? ഇല്ലില്ല, അത്
അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മധുരമുണ്ടെന്ന്. ഒരു കാര്യം ചെയ്, ആ മൂലയിൽ ഒരു വലിയ ചക്കയുണ്ട്. നീ മാമ്പഴത്തിന് പകരം അത് കൊണ്ടുപോയിക്കോ. ചക്കയോ? ഇവനൊരു മണ്ടൻ തന്നെ. മാമ്പഴമായിരുന്നു എനിക്ക് വേണ്ടത്. ആ ചക്കയെങ്കിൽ ചക്ക താ. കുരങ്ങൻ ചക്കയും വാങ്ങി തലയിൽ വെച്ച് അവിടെ നിന്ന് നടന്നു. കുരങ്ങൻ നടന്ന് നടന്ന് കുറുക്കന്റെ വീടിന്റെ മുന്നിലെത്തി. അവിടെയും രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു. കുരങ്ങനെ കണ്ടാൽ ആർക്കും പാവം തോന്നുമല്ലോ. ആ കുറുക്കൻ അവന് സമ്മതം നൽകി. ഈ ചക്ക ഞാൻ എവിടെ സൂക്ഷിക്കും? അതെടുത്ത് കഴിക്കാൻ ആരും ഇവിടെ ഇല്ല. അവിടെ അതാ ടേബിളിൽ വെച്ചേക്ക്. ഇനി എന്താണ് ഉണ്ടായതെന്നറിയോ? രാത്രിയിൽ തന്ത്രത്തിൽ കുരങ്ങൻ ചക്ക അകത്താക്കി. പതിവ് പോലെ കുരങ്ങൻ അതിരാവിലെ ഉണർന്ന് ആ കുറുക്കനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് വളരെ നന്ദിയുണ്ട്. ആ ഞാനൊരു കാര്യം മറന്നു. എന്റെ ചക്ക ആ ചക്ക ഒന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ഓ, ഞാനും അത് മറന്നു. നിൽക്കൂ, ഞാൻ അത് എടുത്ത് കൊണ്ടുവരാം. ഇതും പറഞ്ഞ് കുറുക്കൻ അകത്തേക്ക് പോയി. കുറുക്കൻ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ചക്ക വെച്ച സ്ഥലത്ത് ചക്കയില്ല. പകരം ചക്കയുടെ തോട് മാത്രമായിരുന്നു കണ്ടത്. അയ്യോ, എന്റെ ചക്ക ഇവരെല്ലാം തിന്നോ? എന്തിനധികം പറയുന്നു, അവിടെ നിന്നും അതിനേക്കാൾ വലിയൊരു തണ്ണിമത്തൻ തരപ്പെടുത്തിയാണ് ആ സൂത്രക്കാരൻ മടങ്ങിയത്. അടുത്ത ദിവസം കുരങ്ങൻ പോയത് ഒരു മുയലിന്റെ വീട്ടിലേക്കായിരുന്നു. പതിവ് പോലെ തണ്ണിമത്തൻ വെക്കാനുള്ള സ്ഥലം ചോദിച്ചു. തണ്ണിമത്തൻ ആ സോഫയുടെ സൈഡിൽ വെച്ച് നിങ്ങൾ സോഫയിൽ കിടന്നുറങ്ങിക്കോളൂ. ഇത് കേട്ട കുരങ്ങൻ സോഫയുടെ സൈഡിൽ തണ്ണീർമത്തൻ വെച്ച് സോഫയിൽ കിടന്നു. പാതിരായായതും പതിവ് പോലെ കള്ളക്കുരങ്ങൻ ആരും അറിയാതെ തണ്ണീർമത്തൻ ശാപ്പിട്ടു. നേരം വെളുത്തതും ഉണർന്നെണീറ്റ കുരങ്ങൻ തന്റെ സ്ഥിരം സൂത്രം പ്രയോഗിച്ചു. നഷ്ടപ്പെട്ട തണ്ണീർമത്തന് പകരം ഒരു ചാക്ക് ക്യാരറ്റ് വേണമെന്ന് കുരങ്ങൻ പറഞ്ഞു. നീ ഇവിടെ നിൽക്കൂ, കാരറ്റ് ഒരു ചാക്കിലാക്കി ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് തരാം. ഇത് കേട്ട കുരങ്ങൻ കൊതിയോടെ തലയാട്ടി. അല്പസമയത്തിനുള്ളിൽ ഈയൊരു ചാക്കുകെട്ടുമായി മുയൽ തിരിച്ചെത്തി. ഇതാ നീ ആവശ്യപ്പെട്ട പോലെ ഒരു ചാക്ക് നിറയെ കാരറ്റ് ഞാൻ തരുന്നു, കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ദുഷ്ടനായ നീ ഒന്നോർത്തോ, നിനക്ക് ഇതിന് തക്കതായ പ്രതിഫലം കിട്ടും, ഉടനെ കിട്ടും. കുരങ്ങൻ അതൊന്നും ചെവി കൊള്ളാതെ ആ ചാക്കുകെട്ടും തലയിലേറ്റി പുറപ്പെട്ടു. ആരുമില്ലാത്ത ഒരിടത്തെത്തിയപ്പോൾ അവൻ ചാക്കുകെട്ട് താഴ്ത്തി വെച്ച് അതഴിക്കാൻ തുടങ്ങി. ചാക്ക് അഴിച്ചു തീർന്നില്ല. അതിനു മുൻപേ ചാക്കിനുള്ളിൽ നിന്നും ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ് പുറത്തേക്ക് വന്നു. മുയലിന്റെ സുഹൃത്തായ പാമ്പായിരുന്നു അത്. അവൻ അവന്റെ ജീവനും കൊണ്ടോടി. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് കുരങ്ങൻ പാമ്പിന്റെ കടി കൊള്ളാതെ രക്ഷപ്പെട്ടത്. എന്തായാലും അതോടുകൂടി കള്ളക്കുരങ്ങൻ തന്റെ കുതന്ത്രങ്ങളെല്ലാം നിർത്തി മര്യാദക്കാരനായി.